അപ്പോൾ രാമായണ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ പ്രധാനമായും എല്ലാ ക്വിസ് മത്സരങ്ങളിലും ചോദിക്കുന്ന ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. കണ്ടന്റ് ബേസ് ക്വസ്റ്റ്യൻസ് വരും വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ക്വിസിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ആദ്യകാവ്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇതിഹാസം. ഉത്തരം വാൽമീകി രാമായണം. രണ്ടാമത്തെ ചോദ്യം, ആദ്യ കവി ആരാണ്? ഉത്തരം വാൽമീകി മഹർഷി. മൂന്നാമത്തെ ചോദ്യം, വാൽമീകി രാമായണം രചിച്ചത് ഏത് ഭാഷയിൽ ആണ്? ഉത്തരം സംസ്കൃതം. നാലാമത്തെ ചോദ്യം, സാധാരണയായി കർക്കിടക മാസത്തിൽ പാരായണം ചെയ്യുന്ന കൃതി ഏത്? ഉത്തരം അധ്യാത്മരാമായണം കിളിപ്പാട്ട്. അഞ്ചാമത്തെ ചോദ്യം, അധ്യാത്മരാമായണം കിളിപ്പാട്ട് രചിച്ചത് ആര്? ഉത്തരം തുഞ്ചത്ത് എഴുത്തച്ഛൻ. ആറാമത്തെ ചോദ്യം, വാൽമീകി രാമായണത്തിൽ എത്ര കാണ്ഡങ്ങൾ ഉണ്ട്? ഉത്തരം 7. ഏഴാമത്തെ ചോദ്യം, വാൽമീകിക്ക് രാമായണം ഉപദേശിച്ചത് ആരാണ്? ഉത്തരം ശ്രീ നാരദ മഹർഷി. എട്ടാമത്തെ ചോദ്യം, വാൽമീകി രാമായണത്തിൽ എത്ര ശ്ലോകങ്ങൾ ഉണ്ട്? ഉത്തരം 24,000. ഒമ്പതാമത്തെ ചോദ്യം, വാൽമീകി മഹർഷിയുടെ ആശ്രമം എവിടെയാണ്? ഉത്തരം തമസാ നദീ തീരത്ത്. പത്താമത്തെ ചോദ്യം, വാൽമീകി മഹർഷിക്ക് മുമ്പ് രാമായണം എഴുതിയത് ആരാണ്? ഉത്തരം ബ്രഹ്മാവ്. 11ാമത്തെ ചോദ്യം, അധ്യാത്മരാമായണം കിളിപ്പാട്ട് തുടങ്ങുന്നത് ഏത് പദങ്ങളോട് കൂടിയാണ്? ഉത്തരം ശ്രീരാമ രാമ രാമ. 12ാമത്തെ ചോദ്യം, അധ്യാത്മരാമായണം ആര് തമ്മിലുള്ള സംവാദമാണ്? ഉത്തരം ഉമാമഹേശ്വരമ്മ ശിവൻ പാർവതി. 13ാമത്തെ ചോദ്യം, വാൽമീകി ആദ്യമായി രചിച്ച ശ്ലോകം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഉത്തരം മാ നിഷാദ. 14ാമത്തെ ചോദ്യം, രാമായണം എന്ന വാക്ക് എന്താണ് അർത്ഥമാക്കുന്നത്? ഉത്തരം രാമസ്യായനം രാമന്റെ യാത്ര. 15ാമത്തെ ചോദ്യം, രാമായണം നടന്നത് ഏത് യുഗത്തിൽ ആണ്? ഉത്തരം ത്രേതായുഗം. 16ാമത്തെ ചോദ്യം, ശ്രീരാമ അവതാരം നടന്ന ത്രേതായുഗം എത്രാമത്തെ ശതയുഗമാണ്? ഉത്തരം 28ാമത്തെ. 17ാമത്തെ ചോദ്യം, ശ്രീരാമൻ മഹാവിഷ്ണുവിന്റെ എത്രാമത്തെ അവതാരമാണ്? ഉത്തരം 7. 18ാമത്തെ ചോദ്യം, ശ്രീരാമ അവതാരം പ്രധാന ഉദ്ദേശമെന്ത്? ഉത്തരം രാവണവധം. 19ാമത്തെ ചോദ്യം, അധ്യാത്മരാമായണം മൂലം ഏത് ഭാഷയിൽ ആണ്? ഉത്തരം സംസ്കൃതം. 20ാമത്തെ ചോദ്യം, മാ നിഷാദ എന്ന വാക്ക് എന്താണ് അർത്ഥമാക്കുന്നത്? ഉത്തരം അരുത് കാട്ടാള. 21ാമത്തെ ചോദ്യം, വാൽമീകി മഹർഷിയാവുന്നതിന് മുമ്പ് ആരാണ്? ഉത്തരം കാട്ടാളൻ. 22ാമത്തെ ചോദ്യം, വാൽമീകി മഹർഷിയുടെ ആദ്യത്തെ പേര് എന്താണ്? ഉത്തരം രത്നാകരൻ. 23ാമത്തെ ചോദ്യം, വാൽമീകിക്ക് മന്ത്രോപദേശം നൽകിയത് ആരാണ്? ഉത്തരം സപ്തർഷികൾ. 24ാമത്തെ ചോദ്യം, വാൽമീകിക്ക് സപ്തർഷികൾ ഉപദേശിച്ച മന്ത്രം എന്താണ്? ഉത്തരം മരാമര രാമമന്ത്രം. 25ാമത്തെ ചോദ്യം, വാൽമീകി മഹർഷിയായി പുറത്തു വന്നത് എന്തിൽ നിന്നാണ്? ഉത്തരം വാൽമീകം പുറ്റ്. 26ാമത്തെ ചോദ്യം, രാമായണം പാരായണം ചെയ്യുന്ന മറ്റ് രാജ്യങ്ങൾ? ഉത്തരം ഇന്തോനേഷ്യ, തായ്ലൻഡ്.